ഈ തെരുവിൽ വലിച്ചഴച്ച് ഈ വിഷയം ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത് ഒരു കാരണവശാലും അത് അംഗീകരിക്കാൻ കഴിയില്ല. കേരളത്തിലെ മുഴുവൻ UDF പ്രവർത്തകരും കഠിനാധ്വാനം ചെയ്ത് UDF ഗവൺമെൻറ്റിനെ കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ കൗണ്ടിങ്ങിന് മുമ്പ് തന്നെ ഈ ഒരു വാക്പോര് ആരംഭിച്ചത് അത് ഒരിക്കലും UDFന് ഗുണകരമല്ല, കോൺഗ്രസ് പാർട്ടിക്ക് ഗുണകരമല്ല. അതിൽ ഉത്തരവാദിത്തപ്പെട്ടവർ ആലോചിക്കേണ്ട വിഷയമാണ്. ഈ തെരുവിൽ വലിച്ചഴച്ച് ഈ വിഷയം ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത് ഒരു കാരണവശാലും അത് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം ഇതിൻ്റെ കീഴ്വഴക്കമുണ്ട്, എല്ലാവർക്കും അറിയാം. ആ കീഴ്വഴക്കം എന്ന് പറയുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ് ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത്. ഇപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇക്കാര്യത്തിൽ ഇലക്ഷൻ കഴിഞ്ഞാൽ സാധാരണ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ അവർ തുടങ്ങും. അതനുസരിച്ച് കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനമെടുക്കും. പക്ഷേ അതിനു മുമ്പ് തന്നെ ഒരു മുൻവിധിയോടുകൂടിയുള്ള നീക്കം ഒരിക്കലും അത് UDFനും കോൺഗ്രസിനും ഗുണകരമായിരിക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഈ കെ സുധാകരനെ പോലുള്ള പ്രധാനപ്പെട്ട നേതാക്കളാണ് ഇപ്പോൾ ഈ പോസ്റ്റ്. സാധാരണ പ്രവർത്തന കീഴിലാണെങ്കിൽ പിന്നെയും പറയാം, കെ സുധാകരൻ പ്രവർത്തക സമിതി അംഗമാണെന്നും KPC അധ്യക്ഷനാണ്. അദ്ദേഹത്തെ പോലെ ആളുകളുടെ പോസ്റ്റ് അതിന് ഏറ്റവും കൂടുതൽ ഊർജ്ജം ആ പോസ്റ്റുകൾ എങ്ങനെയാണ് കാണുന്നത്? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ആരായാലും ഈ കൗണ്ടിങ്ങിന് മുമ്പ് ഇത്തരം ചർച്ചയ്ക്ക് തുടക്കം കുറിക്കുന്നത് അത് ഒരിക്കലും ഈ പാർട്ടിക്ക് ദോഷം മാത്രമേ ഉണ്ടാക്കൂ, ഗുണം ഉണ്ടാക്കില്ല. ഒരിക്കലും പാർട്ടിക്ക് ദോഷകരമായ അവസ്ഥ ഉണ്ടാക്കും, സംശയം വേണ്ട. അതാരാണെന്ന് ഏത് നേതാവായാലും കുഴപ്പമില്ല. പക്ഷെ ഒരിക്കലും പാടില്ലാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.